ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സ്മിത എനിക്കൊരു സംഭവം തന്നതൊരു പ്രത്യേകതരമായ ഒരു ഫ്രൂട്ടാണ് ഗൈസ്. അപ്പോൾ ഇത് അവരുടെ വീട്ടിലുണ്ടായതാണ്. ഇതിൻ്റെ എന്തോ പേര് പറഞ്ഞു കേട്ടോ, ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് ഗൈസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഇത് വന്നിട്ട് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ മുറിക്കണം അത്രേ. ഇതിനൊരു ഇതുണ്ട്, കുരു, അതിങ്ങനെ അടർന്നു വരും. അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മഹേഷേട്ടാ. അപ്പോൾ ഇതിൻ്റെ പേരെനിക്ക് എന്നോട് പറഞ്ഞിരുന്നു എന്തോ പേര്, പക്ഷേ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇതെന്തായാലും ഞാനത് കട്ട് ചെയ്യുന്നതായിരിക്കും. എന്നോട് പറഞ്ഞ് ഇങ്ങനെ വട്ടത്തിൽ മുറിക്കാനാണ്. അങ്ങനെ വട്ടത്തിൽ മുറിച്ച് ഫുള്ളായിട്ടല്ല, അങ്ങനെ ഫുൾ റൗണ്ടിൽ വെട്ടു. അപ്പോൾ അതിലൊരു കുരു ഉണ്ടാവുന്ന കുരു ഇങ്ങനെ അടർന്നു വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ പേര് എൻ്റെ തലയിൽ നിൽക്കുന്നില്ല, എന്താണാവും അറിയില്ല. എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ. ഹായ്, എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്? ഒന്ന് രുചിച്ച് നോക്കിയാലോ. ഇതിൽ ഇങ്ങനൊരു കുരുണ്ട്. ഈ കുരു നമ്മൾ കഴിക്കരുത് കേട്ടോ, ഒന്ന് മാറ്റണം. എന്നിട്ട് കത്തിയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് തന്നെ മേശടാ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഗൈസ്, എനിക്ക് ഐ ഡോണ്ട് നോ ദ ഫ്രൂട്ട് നെയിം, പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പറയാം. നമ്മുടെ പനയുടെ അല്ലേ, അതും അങ്ങനത്തെ ഒരു ടേസ്റ്റ്. നല്ല മധുരമുണ്ട്. നൈസ് ഫ്രൂട്ട്. ഫസ്റ്റ് ടൈം തൊലി തിന്നുണ്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നൈസ്. എനിക്ക് പേരറിയാത്തൊരു ഫ്രൂട്ടാണ്. അറിയാമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. സ്മിത എന്നോട് പറഞ്ഞതാ, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ രണ്ടാമത് ചോദിച്ചു, അപ്പോൾ ഇതിൻ്റെ മലയാളത്തിൽ പേരില്ല, ഇംഗ്ലീഷിലാണ് ഇത് പേര് പറഞ്ഞത്. ബി ഉണ്ടാവും, കുബൂസല്ല, സംതിങ്. എനിവേ ദ ടേസ്റ്റ് ഇസ് റിയലി ഗുഡ്. അടിപൊളി. ഇതിൻ്റെ കുരു നമുക്ക് ഇവിടെ നിന്ന് കുഴിച്ചിട്ടല്ല, ചിലപ്പോൾ എങ്ങാണം കിളിച്ചാലോ. ഓൾ ദ വേ ഫ്രം കണ്ണൂർ നിന്നാണിത് വന്നിരിക്കുന്നത്. നമ്മുടെ ശ്രീലത്ത് തന്നതാണ്. ശ്രീലത്തെയും വിജയരാഘവനും കൂടി. സോ ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. പിടിച്ച ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. അമ്മേ, ബിഗ് സ്റ്റോറി. എന്തോ ചിപ്സാണോ എന്ന് എനിക്കൊരു സംശയമില്ല. യെസ്. ഇതെന്നാ സാധനം? കപ്പയോ? സോറി, ചക്കയുടെ ആകൃതിയാണ്. ചക്ക ചിപ്സാണെന്ന് തോന്നുന്നു. ചക്ക ചിപ്സ്. പിന്നെ തുറന്ന് ഇതെന്താ സംഭവം? ഇതൊരു സൈസ് മടക്ക് പോലത്തെ സാധനമാണല്ലോ. നമുക്കിതെല്ലാം ടേസ്റ്റ് ചെയ്ത്. ഇതൊരു മടക്ക് പോലത്തെ സാധനം കേട്ടോ. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, അത് ഫസ്റ്റ് ടൈമാണ്. ഇതും ഇങ്ങനത്തെ ഒരു ഷേപ്പ് ചക്ക ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഇതെന്താ, ഹൽവയാണെന്ന് തോന്നുന്നു കേട്ടോ. സോ ഇത് കണ്ണൂർക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ സംഭവം. അത് ഹൽവ ആൻഡ് ഓൾ ദിസ് തിങ്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ശ്രീലത. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ഗൈസ്. ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ്. നമ്മൾ സാധാരണ ചക്കപ്പേരില്ലേ, അതുപോലെയല്ല. നല്ല മധുരം, അടിപൊളി. എത്ര തിന്നിട്ട് മതി വരുന്നില്ല, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എക്സാക്ട്ലി പഴുത്ത ചക്ക. അടിപൊളി. അപ്പോൾ കണ്ണൂർക്കാർ ഇതെന്തായാലും നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്നത് ഇങ്ങനത്തെ ഷേപ്പിലാണ്. അപ്പോൾ ഇപ്പോഴും അല്ലാത്തവരുണ്ടെങ്കിൽ കണ്ണൂരിലൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യട്ടോ. ഞാൻ കുഴപ്പമില്ല, ലവ്ഡ് ഇറ്റ്. നമുക്കിതാ ഈ ഒരു സംഭവമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും സാധാരണ നമ്മൾ മഞ്ഞ കളർ മടക്കപ്പല്ല കഴിച്ചിട്ടുള്ള. ഇതൊന്ന് കഴിച്ച് നോക്കാം. ഒന്ന് കഴിച്ചോളാം. അടിപൊളി ഗൈസ്, സൂപ്പർ. ഇത് നല്ല സ്വീറ്റാണ് കേട്ടോ. എല്ലാം ഇതിലൊന്നും വെച്ച് ശരിയാ, ഞങ്ങൾ കൊതി വിടുന്നുണ്ടെന്ന് കിട്ടില്ല മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത് കഴിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ഇത് ബേക്ക് സ്റ്റോറി എന്ന് പറയുന്ന സംഭവം. ബേക്ക് സ്റ്റോറി ലൈവ് ബേക്കറി, ഫ്രഷ്ലി ബേക്ക് സ്റ്റോറീസ്, ഇപ്പോൾ കണ്ണൂർ. സോ അവിടെ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കൊടുക്കും മക്കളെ, കിഡു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഇതും കൂടെ ട്രൈ ചെയ്യാം. കുറച്ച് കട്ടിയുണ്ട്. അലുവയാണെന്ന് തോന്നുന്നു. അലുവയോ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ടേസ്റ്റ്, എനിക്ക് ടേസ്റ്റിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എനിക്കിതിൻ്റെ പറയാൻ അറിയുന്നില്ല, പക്ഷെ നല്ല രുചിയുണ്ട്. എന്തിൻ്റെ ടേസ്റ്റ് അത്? കാരമൽ എന്താ, എനിക്കിങ്ങനെ രുചിച്ച് നോക്കിയിട്ട് അത് എന്താണെന്ന് പറയാനൊക്കെ അറിയില്ല.
പക്ഷെ സാധനം കിട്ടും കേട്ടോ. It's a kind of halwa. ഹൽവയാണ്. ബട്ട് ഈ ഹൽവ എന്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. Super halwa. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രീലത വൺസ് അഗൈൻ താങ്ക് യു ഫോർ ദ ലവ്. ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കാണിക്കാനുള്ളത് ഇതൊന്ന് ഓപ്പൺ ചെയ്യൂ. ഇത് നമ്മുടെ ശ്രീകല തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, ഹർഷ ഇത് അന്ന് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ബ്ലെസ് ചെയ്തായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ചക്ക ആ മരം ഞാൻ ഹീൽ ചെയ്തായിരുന്നു. ബിക്കോസ് അവരെപ്പോഴും എന്നോട് പറഞ്ഞു ഇതിനകത്ത് ഒരു പ്രാവശ്യം പോലും ഇത് വരുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്ത് വിട്ടു ഗൈസ്. ഇത് ആദ്യത്തെയാണെന്ന് പോലും ഈ പ്രാവശ്യത്തെ. സോ ഇത് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഞാൻ എന്തായാലും ഇത് ഹർഷയ്ക്ക് തരുന്നതായിരിക്കും അത്. സോ അങ്ങനെ ഹീൽ ചെയ്ത് കിട്ടിയ ഒരു ചക്കക്കുട്ടനാണിത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ശ്രീകല ഫോർ ദ ലവ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ.